Hi students, welcome to my YouTube channel Commerce Corner. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചെറിയ പോർഷനാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് ആണ്. ഈ ഒരു ടേം ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്? അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ പെർഫോമൻസിനനുസരിച്ച് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? അവർക്ക് അഡീഷണൽ ആയിട്ട് പല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ? അത്തരത്തിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സിനെയാണ് നമുക്ക് എന്ത് പറയാം? ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം എന്ന് പറയുന്നത് നമുക്ക് റിവാർഡായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എംപ്ലോയീസിനെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് പല രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ടേം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്, അതായത് സാലറിക്ക് പുറമെ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ടേം എന്ന് പറയുന്നത്. ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് മാനേജേഴ്സ് ഓഫർ വേരിയസ് ഇൻസെൻറ്റീവ്സ്. അതായത് പലതരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? എംപ്ലോയീസിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനും അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കിട്ടാം? അവരുടെ, അതായത് എംപ്ലോയീസിൻ്റെ നിലവിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഈ ഇൻസെൻറ്റീവ്സ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം സാധാരണ ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു സാലറി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളൊരു എംപ്ലോയി അതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതേ സാലറിയുള്ള തന്നെ കൊടുത്താൽ മതിയോ? പറ്റൂല. അപ്പോൾ അവരുടെ പെർഫോമൻസിനനുസരിച്ച് സാലറിയിലാണെങ്കിലും മറ്റ് ഇൻസെൻറ്റീവ്സിലാണെങ്കിലും എല്ലാം തന്നെ എന്തുണ്ടായിരിക്കും? ചേഞ്ചസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഈ ഇൻസെൻറ്റീവ്സിന് നമ്മൾ മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ. നിങ്ങൾക്ക് ടേം കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ എന്താ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ? മണി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് മോണിറ്ററി ടേംസിലുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. അതല്ലാതെ മണി ബേസ്ഡ് അല്ലാത്തത് നമുക്ക് എന്ത് പറയാം? നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഏതൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്താണ്? നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അവർ അഡീഷണൽ ആയിട്ട് എന്ത് കൊടുക്കുകയാണ്? ഒരു കാറും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് അവരുടെ പെർഫോമൻസിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുമാത്രമല്ല ബാക്കിയുള്ള എംപ്ലോയീസിനുള്ള ഒരു മോട്ടിവേഷനാണ് അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളും ഇങ്ങനെ പെർഫോം ചെയ്താൽ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ബെറ്റർ എന്താ പറയുക ഗിഫ്റ്റോ അല്ലെങ്കിൽ റിവാർഡോ കിട്ടും എന്നുള്ള രീതി അവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. നെക്സ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, അതായത് മോണിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള മണി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആണ് ഏത്? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. അതിലാദ്യത്തേതാണ് പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഫോർ എംപ്ലോയീസ് സാലറി. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം സാലറി എന്ന് പറയുന്നത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആണല്ലേ. അപ്പോൾ സാലറിക്ക് പുറമെ എന്ത് ചെയ്യും? നമുക്ക് പല രീതിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഡിയർനൻസ് അലവൻസോ പലതരത്തിലുള്ള പെർക്വിസിറ്റ്സോ അങ്ങനെ പലതരത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള അലവൻസുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഫസ്റ്റത്തെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്, പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്. അതായത് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതായത് അവരെത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വേജസിൽ ഇൻസെൻറ്റീവ്സ് ചേഞ്ചസ് വരുത്തിയിട്ട്
അതായത് അവരെത്ര പെർഫോം ചെയ്യുന്നു, അവരെത്ര പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് അവർക്ക് വേജസ് കൊടുക്കുക. അതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് വേസ്റ്റേജ് ഒക്കെ കുറച്ചും കൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആവുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ട്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് അവരുടെ വേജസ് എന്ത് ചെയ്യാം, കൂടുതൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ബോണസ് ആണ്. ബോണസ് എന്ന് പറഞ്ഞ ടേം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ദ ഇൻസെൻറ്റീവ്സ് ഓഫേർഡ് ടു ദ എംപ്ലോയി ഓവർ ആൻഡ് എബവ് ദ സാലറി ഓർ വേജ് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ അതിന് ബേസ് ചെയ്ത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനനുസരിച്ച് സാലറിക്ക് പുറമെ കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവാണ് എന്ത്, ബോണസ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റിനനുസരിച്ചാണ് ആ എംപ്ലോയീസിന് എന്ത് കിട്ടുക, ബോണസ് കിട്ടുക. നെക്സ്റ്റ് ഒന്നാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, ബോണസ് പോലെ തന്നെ ഉള്ളതാണ്. എംപ്ലോയീസിൻ്റെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അത് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഇവരുടെ മൈൻഡിൽ എന്താ, ഇവരും ഈ ഒരു കമ്പനിയുടെ പാർട്ടാണ് എന്നുള്ളൊരു ബോധം ഇവർക്ക് വരികയും ഇവരെന്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മെയിനായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ആണെങ്കിലോ ബോണസ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് സിസ്റ്റം ആണെങ്കിലോ എല്ലാം തന്നെയാണെങ്കിലും എന്താണ് മെയിനായിട്ട് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മോട്ടിവേറ്റ് ചെയ്യുക, അതുവഴി ഓർഗനൈസേഷനിൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 4 ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് എംപ്ലോയീസ് ഓഫേർഡ് ടു സബ്സ്ക്രൈബ് ദി ഷെയർസ് ഓഫ് കമ്പനി അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ്. അതായത് അവിടെ എന്താണ് കമ്പനീസിൻ്റെ ഷെയർസൊക്കെ എന്ത് ചെയ്യാനാ, ഷെയർസൊക്കെ ഡിസ്കൗണ്ട് റേറ്റിൽ ആർക്ക് പ്രൊവൈഡ് ചെയ്യും, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പറഞ്ഞത്. ആദ്യം പേ ആൻഡ് അലവൻസ്, രണ്ടാമത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്, തേർഡ് ബോണസ്, നാലാമത്തത് പ്രോഫിറ്റ് ഷെയറിംഗ്, ലാസ്റ്റ് വന്ന് പറയുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞതാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എന്ത് പറയാം, ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ പെർക്വിസിറ്റ്സ് പറയാം അല്ലേ. അതായത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഹൗസിങ് അലവൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസോ വെഹിക്കിൾസോ ഒക്കെ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ലേ അവരുടെ പെർഫോമൻസ് അനുസരിച്ച്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണല്ലേ. അവർക്ക് അവരുടെ മക്കൾക്കുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കൊടുക്കും ചില ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഹൗസ് റെൻറ്റിന് വീട് കൊടുക്കും, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കും, വെഹിക്കിൾ കൊടുക്കും. ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സൊക്കെ നമുക്ക് പെർക്വിസിറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതായത് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ PF ആവും അങ്ങനത്തെ കാര്യങ്ങൾ, ഗ്രാറ്റുവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ വരുന്നതാണ്. ബേസിക്കായിട്ട് വരുന്ന ഈ 7 എണ്ണമാണ്. പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, സ്റ്റോക്ക് ഓപ്ഷൻ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പെർക്വിസിറ്റ്സ്.